മുഅ്മിനുകളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനും ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധികളോട് യോജിച്ചും ക്രമപ്പെട്ടും ജീവിക്കുവാൻ, ജീവിതത്തിലുടനീളം പൂർണ്ണമായ അച്ചടക്കം പുലർത്തുവാനും, മുസ്ലിംകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. സൂറത്ത് ഷൂറയിലെ ഒരു 2-3 ആയത്തുകളും അതിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദാംശ താൽപ്പര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുക. സൂറത്തു ഷൂറ വളരെ ഏറെ സുപരിചിതമാണ് ബഹുജനങ്ങൾക്കിടയിൽ. കാരണം അതിലെ ഓരോ പ്രതിപാദ്യ വിഷയങ്ങളും വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും സംസ്കരിച്ചെടുക്കുന്നതിനും ഒരു സമൂഹമായി ജീവിക്കുന്നതിന് ആവശ്യമായ ഉത്ബോധനം നിർവഹിക്കുന്ന അർത്ഥത്തിലുമായതിനാൽ പൊതുവെ ജനങ്ങൾ അത് കൂടുതൽ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിൽ അള്ളാഹു മനുഷ്യാരംഭം മുതൽ പ്രവാചകരെ നിരന്തരമായി മനുഷ്യവംശം വസിച്ചിരുന്ന ഭൂപ്രദേശങ്ങളിൽ തുടർച്ചയായി അയക്കുകയും അവരിൽ കൃത്യമായ അറിവിലൂടെ ബോധ്യത നൽകി അവരുടെ ജീവിതത്തെ വിജയത്തിൽ എത്തിക്കുന്നതിന് വേണ്ട യജ്ഞങ്ങൾ നിർവഹിക്കുകയും ചെയ്തു പോന്ന പ്രവാചകരെ ഈ സൂറ അനാവരണം ചെയ്യുന്നു. അതിന് ഇസ്ലാം എന്നാണ് ആ ജീവിത രീതിക്ക് നൽകിയ പേര്. കീഴൊതുങ്ങുക, അനുസരിക്കുക, കീഴ്പ്പെടുക, വിധേയപ്പെടുക, ഇതൊക്കെ അതിൻ്റെ ഭാഷാർത്ഥമാണ്. സാങ്കേതികമായി ഒരു നിയമവ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കാനെടുക്കുന്ന ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അപ്പോൾ നമ്മളിൽ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ, അവൻ്റെ റസൂലിൻ്റെ നിയമവ്യവസ്ഥകൾക്ക് കീഴ്പ്പെട്ട് ഞാൻ ജീവിച്ചു കൊള്ളാം എന്ന് കൃത്യമായ അറിവിലും ബോധ്യതയിലും അംഗീകരിച്ച് പ്രഖ്യാപിച്ചപ്പോഴാണ് നമ്മൾ മുസ്ലിം ആയി മാറിയത്. ഏതാണ്ട് അബൂദാവൂദ് അലൈഹിർ റഹ്മയുടെ സുനനിൽ വന്ന ഒരു ഹദീസ്, അള്ളാഹുവിൻ്റെ കിതാബും അള്ളാഹുവിൻ്റെ ഉദ്ദേശവും, ആ കിതാബിലെ വചനങ്ങളുടെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം, 2 പ്രവാചകനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ അവിടത്തെ ആഗ്രഹങ്ങളും. നബിയുടെ ഒരു കാര്യം നമ്മൾ തുടരുന്നത് നബി എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തെയാണ്. അവ രണ്ടും ഞാൻ ഉൾക്കൊള്ളുന്നു എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസ. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ദീനിൽ നിയമമാക്കിയിരിക്കുകയാണ്. അത് നൂഹ് മുതൽ ഇബ്രാഹീമും മൂസയും ഈസയും അങ്ങനെ പ്രമുഖരായ അറിയപ്പെടുന്ന
വലിയ ജനങ്ങൾ പിന്തുണയുള്ള പിൻബലമുള്ള അനുയായി വൃന്ദമുള്ള ഈ പ്രവാചകന്മാരിലൂടെയും അള്ളാഹു സ്ഥാപിച്ചത് അൻ അഖീമുദ്ദീൻ, ദീനിനെ നിങ്ങൾ നിലനിർത്തണം. അത് നിങ്ങൾ ശിരസ വഹിച്ച് പ്രാവർത്തിക മേഖലയിൽ നിങ്ങളത് അവലംബിച്ച് നിങ്ങളിൽ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഈ ദീനിനെ നിങ്ങൾ ഹയാത്താക്കണം, പുനർജീവിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യണം. വലാ തത്തഫറഖൂ ഫീഹി, നിങ്ങൾ അതിൽ ഭിന്നരായി പോകരുത്. അങ്ങനെ നിങ്ങൾ ഭിന്നരായി പോകാതിരിക്കാൻ എന്താ ഒരു നേതൃത്വം ഉള്ളത്? അത് നബിമാരാണ്. അപ്പൊ ആ നബിമാർക്കാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിൻ്റെ ശരിയായ കാര്യം അറിയുക. ആ പ്രവാചകൻ അള്ളാഹു അറിയിക്കുന്ന അറിയിപ്പുകളുടെ വിശദാംശങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യവും ആ നബിക്കാണ് അറിയുക. അത് മൂസയായിരുന്നാലും ഈസാ അലൈഹിസ്സലാം ആയിരുന്നാലും നൂഹ് നബി ആയിരുന്നാലും അവരാണ് അതിൻ്റെ എനിക്കറിയുന്നവർ. അപ്പൊ അനുചരർ അവരെയാണ് മുൻപിൽ നിർത്തേണ്ടത്. എന്നിട്ട് അവരെ അനുധാവനം ചെയ്താണ് ജീവിക്കേണ്ടത്. നിങ്ങൾ ഭിന്നരാകാതിരിക്കാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പൊ അന്തിമ തീരുമാനം അള്ളാഹുവിൻ്റെ റസൂലിലെത്തും. റസൂൽ എന്ത് തീരുമാനിച്ചു, കൽപ്പിച്ചു, വിധിച്ചോ അതാണ് ഇസ്ലാമിക നിയമവും തീരുമാനവും വിധിയും. ഇത് നമ്മൾ മനസ്സിലാക്കുന്നു. ഖബുറ അലൽ മുശ്രിക്കീന മാ തദ്ഉഹും ഇലൈഹി, ഏതൊന്നിലേക്കാണോ നിങ്ങൾ വിളിക്കുന്നത് അത് ബഹുദൈവ വിശ്വാസികൾക്ക് ഭാരമാണ്. അത് അംഗീകരിക്കുക എന്നത് വലിയ വിഷമമാണ്. അല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാഉ യഹ്ദി ഇലൈഹി മൻ യുനീബ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് നൽകുന്നു, അവനിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവർ മടങ്ങിയെത്തുന്നു. എന്നിട്ട് എന്താണ് മനുഷ്യവംശത്തിലുണ്ടായ മതപരമായ ഭിന്നതയുടെ കാരണം എന്നാണ് ഇനി അടുത്ത ആയത്തിൽ, നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. വമാ തഫറഖു ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗിയൻ ബൈനഹും, അവർ ഭിന്നിച്ചില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു, അവർക്ക് കൃത്യമായ അറിവ് ലഭിച്ച ശേഷമല്ലാതെ അവർ ഭിന്നിച്ചില്ല. ഭിന്നിച്ചതിന് ശേഷം ലക്ഷ്യം സ്ഥാപിക്കുകയല്ല. എന്തുകൊണ്ടാണോ അവർ ഭിന്നിച്ചത്, കൃത്യമായ അറിവ് ലഭിച്ച ശേഷം അത് വകവച്ചു കൊടുക്കാനും അംഗീകരിക്കാനും വിസമ്മതം ഉണ്ടായിത്തീർന്നത് അവരതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? ബഗിയൻ ബൈനഹു, അവർക്കിടയിലുള്ള പക, അവർക്കിടയിലുള്ള വിദ്വേഷം, അവർക്കിടയിലുള്ള അതിര് കവിച്ചൽ. അത് ഒന്നുകൂടി പറഞ്ഞാൽ ഒരു ഫ്രെയിമിനകത്ത് ഒതുങ്ങാനുള്ള വിസമ്മതം. അങ്ങനെ ഒതുങ്ങുമ്പോൾ ഒന്നായി മാറും. എല്ലാവരും അതിനകത്ത് ചേരുമ്പോൾ അത് തിങ്ങി മറിയുന്ന രൂപത്തിലേക്ക് വരും എന്നൊരു ആശങ്കയാണ് അവർ. അപ്പൊ ഈ അതിര് കവിച്ചലും പകയും വിദ്വേഷവുമാണ് ഭിന്നതയുടെ അടിസ്ഥാന കാരണമായി ഖുർആൻ രേഖപ്പെടുത്തുന്നത്. വലൗലാ കലിമത്തുൻ സബഖത്ത് മിൻ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്ന് മുൻകടന്ന ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇലാ അജലിൻ മുസമ്മ, ഒരു നിർണിത കാലം വരെയും എന്നത് അള്ളാഹുവിൻ്റെ മുൻകടന്ന നിശ്ചയമാണ്. ലഖുലിയ ബൈനഹും, അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നേ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമായിരുന്നു അപ്പോഴപ്പോൾ. വഇന്നല്ലദീന ഉരിസുൽ കിതാബ മിൻ ബഅദിഹി,
ശേഷം കിതാബുകൾ അനന്തരമെടുത്ത ആളുകൾ ലഫീ ഷക്കിൻ മിൻഹു മുരീം, അവരതിനകത്ത് വലിയ ആശയക്കുഴപ്പത്തിലും സംശയത്തിലുമായി തീർന്നു. ഇതാണ് നിലവിൽ റസൂലുള്ള വരുമ്പോഴുള്ള, നബിയുടെ ദഅവത്ത് ആരംഭിക്കുമ്പോഴുള്ള മനുഷ്യരാശിയുടെ ഏകദേശ ചിത്രം. ഇനി നബിയോടുള്ള നിർദ്ദേശമാണ്. ഫലിദാലിക, അതുകൊണ്ട് ഫദുഅ്, നീ ദഅവത്ത് നടത്തുക, വിളിക്കുക, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക, ജനങ്ങളിൽ സത്യവിചാരം വ്യാപിപ്പിക്കുക. നിന്റെ ദൗത്യം എന്താണോ ആ ദൗത്യം നീ നിറവേറ്റുക. വസ്തഖിം കമാ ഉമിർത, നിന്നോട് ആജ്ഞാപിച്ചതുപോലെ നീ നിലകൊള്ളുകയും ചെയ്യണം. നിന്നോട് അള്ളാഹു ആജ്ഞാപിച്ചതെന്തോ ആ ആജ്ഞാപനത്തെ പിന്തുടർന്ന് യാതൊരു ചായവും മാറ്റവുമില്ലാതെ അടിയുറച്ച് നിൽക്കുക, ജനങ്ങളുടെ ഇടയിൽ ദഅവത്ത് നടത്തുക. വലാ തത്തബിഉ അഹ്വാഅഹും, അവരുടെ ഇച്ഛകളെ നീ പിന്തുടരരുത്. പിന്നെ നീ പറയേണ്ടത്, ഇതാണ് നമ്മോടുള്ള കൽപ്പന. വഖുൽ ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബിൻ, അള്ളാഹു അവതരിപ്പിച്ച കിതാബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അഥവാ ഖുർആൻ. വ ഉമിർത്തു, ഞാൻ വീണ്ടും കൽപ്പിക്കപ്പെട്ടു. ഒന്ന്, അള്ളാഹുവിൻ്റെ കിതാബിൽ ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, ഞാൻ നിറവേറ്റേണ്ടത് എന്നോടുള്ള ഈ കൽപ്പനയാണ്. ലി അഅ്ദില ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ നിങ്ങളോട് നീതിപൂർവം ജീവിക്കണം, വർത്തിക്കണം എന്നതാണ്. നിങ്ങൾ എന്താണെന്ന് ആദ്യമേ പറഞ്ഞു. അവർ പരസ്പരം ശത്രുതയുള്ളത് കൊണ്ടും പക കൊണ്ടും വിദ്വേഷം കൊണ്ടും നൂറായിരം വിഭാഗങ്ങളാണ്. അതിനെക്കുറിച്ച് വേറെയും സൂറകളിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും പിന്നെ അവർ നിലനിൽക്കണമെങ്കിൽ പിമ്പലം വേണം. ആ പിമ്പലം അള്ളാഹുവിൻ്റെ കിതാബ് വളച്ചൊടിച്ച ഉണ്ടാക്കുക. അങ്ങനെയാണ് പൂർവ്വവേദങ്ങളിൽ തിരുത്തു വന്നു എന്നൊക്കെ പറയാൻ കാരണം. നബിമാരെയും ഓരോരുത്തരും പങ്കിട്ടെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾക്കിടയിലാണ് ഖുർആനിൻ്റെ അനുയായികൾ രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പൊ ഇനി നിങ്ങളുടെ ചുമതല എന്താ? നിങ്ങളുടെ വിശ്വാസം വിശുദ്ധമായി നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നിങ്ങൾ ആ വിശ്വാസത്തെ വക്രതയില്ലാത്ത ഈമാൻ നിങ്ങൾ ഉൾക്കൊള്ളണം. എന്നിട്ട് അടിയുറച്ച് നിൽക്കണം അതിൽ. പിന്നെ എങ്ങോട്ടും പോകാൻ പാടില്ല. അങ്ങനെ അടിയുറച്ച് നിന്നാൽ മാത്രം പോരാ, ഈ ബഹുമത സമൂഹങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ അവരോട് നീതിപൂർവമായി പെരുമാറണം. അവർ അന്യരാണ് എന്നൊരു ചിന്ത വച്ച് നിങ്ങൾ ജീവിക്കാൻ പാടില്ല. അവരെന്താണ് എന്നതിൻ്റെ പ്രതല പശ്ചാത്തലങ്ങളൊക്കെ വിവരിച്ചു. അപ്പോൾ ഒരുപാട് വിഭിന്ന വിശ്വാസധാരകളുള്ള മതങ്ങളായി, ഏറ്റുമുട്ടുന്ന അതിശക്തമായി അകൽച്ച പാലിക്കുന്ന ആചാരങ്ങളുടെ അനുഷ്ഠാന രീതികളായി, ആഘോഷങ്ങൾ മാനുഷികമല്ലാതായി മാറി. ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ജീവിക്കുന്നു, മുസ്ലിമുകൾ ജീവിക്കുന്നു. അപ്പൊ ആ മുസ്ലിമുകൾ അവരോട് നീതിയിൽ വർത്തിക്കണം. അവിടെ അനീതി വരാൻ പാടില്ല. കാരണം അന്യരല്ല എന്ന ബോധം കൊണ്ടാണ് ഈ നീതി വേണം എന്ന് പറയാൻ കാരണം. അവർ മനുഷ്യവംശത്തിന്റെ അംശങ്ങളാണ്. അവരിലേക്കും നിയുക്തനാണ് ഞാൻ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, സഹീഹുൽ ബുഖാരിയിൽ സഖീഫ് ഗോത്രത്തിന് എതിരിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. വളരെ കടുത്ത സമ്മർദ്ദം ഉണ്ടായപ്പോൾ അപ്പൊ നബി അവരോട് പറഞ്ഞത്, ഞാൻ നിയുക്തനായത് ഏതെങ്കിലും ഒരു മനുഷ്യ വിഭാഗത്തെ നശിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല. ഞാൻ അവർക്ക് പ്രാർത്ഥിക്കുന്നത് നാശത്തിന് വേണ്ടിയല്ല, മറിച്ച് അല്ലാഹുവേ, അവരെ നീ നേർമാർഗ പ്രാപിക്കാൻ സന്നദ്ധതയുള്ള മനസ്സിന്റെ ഉടമകളാക്കുകയും അച്ചടക്കം നൽകി അവരെ ജീവിപ്പിക്കുകയും ചെയ്യണമേ എന്നാണ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
അവർ മറ്റുള്ളവർ എന്ന ചിന്തയിലല്ല, അവർ നമ്മോടൊപ്പം വന്നു ചേരേണ്ടവരാണ്. അതുകൊണ്ടാണ് ഈ ഭിന്ന സമൂഹത്തിന്റെ ഇടയിൽ നീതി പുലർത്തണം എന്ന് ഖുർആൻ ആദ്യമായി ആവശ്യപ്പെട്ടത്. ഒരുപാട് ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. അതില് ഇമാം ഇബ്നുൽ അസീർ ഉദ്ധരിക്കുന്ന ചരിത്രത്തിലെ ഒരു ഭാഗം നമ്മൾ സാധാരണ പറയുമല്ലോ, ഇപ്പൊ ഈ ഉംറയ്ക്കും ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, നാട്ടുകാരൊക്കെ ബഹുമത സമൂഹത്തിലെ ആളുകൾ അവർ പറയും, നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കണം, കഅബയുടെ വാതിൽ പിടിക്കുമ്പോൾ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ നമ്മളത് കേൾക്കലേ ഉള്ളൂ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലില്ല. അവർക്ക് വേണ്ടി നമ്മൾ എടുത്ത് പ്രാർത്ഥിക്കണം എങ്ങനെയാ? അവര് കാഫിറുകളാണ്, അന്യരാണ്, അന്യവർഗമാണ്, അന്യമതമാണ്. ഇങ്ങനെയാണല്ലോ നമ്മുടെ ചിന്ത പോണത്. കാരണം നമ്മൾ മാത്രം ശരിയായതുകൊണ്ട് അവർക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടല്ലോ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചൊരു വചനം, അല്ലാഹുമ്മ അക്സിർ മാലഹും വ വലദഹും. അള്ളാഹുവെ, അവർക്ക് നീ ജീവിത സന്ധാരണ മാർഗം വർദ്ധിപ്പിക്കുകയും അവർക്ക് മക്കളെ നൽകി ആ മക്കൾ അവർക്ക് പിമ്പലമാക്കി മാറ്റി നിർത്തുകയും ഈ മക്കളെ അവർക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ വളർത്തി കൊടുക്കുകയും ചെയ്യണമേ. ഇപ്പൊ ഭൗതിക ജീവിതത്തിൽ ഞെരുക്കവും പ്രയാസവും ഇല്ലായ്മയും കഷ്ടപ്പാടും ഒന്നുമില്ലാത്ത നിലയിൽ അവർക്കിവിടെ ജീവിക്കാൻ സൗകര്യം ഒരുക്കണമെന്നാണ്. അതാണ് എടുത്തുദ്ധരിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട വാക്ക്. അമുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇപ്പൊ ഈ പറഞ്ഞ അത് വളരെ ഗൗരവമാണ്. അവരിങ്ങോട്ട് പെരുമാറുന്നതിനോ പറയുന്നതിനോ അനുസരിച്ചല്ല, മറിച്ച് നമ്മുടെ ഒരു ബാധ്യതയാണ് നീതിപൂർവം അവരോട് വർത്തിക്കുക. എന്നിട്ട് പറഞ്ഞത്, അല്ലാഹു റബ്ബുനാ വ റബ്ബുക്കും, അള്ളാഹുവാണ് നമ്മുടെ രക്ഷിതാവ്, ഞങ്ങളുടെ, നിങ്ങളുടെ രക്ഷകനും അള്ളാഹുവാണ്. ഒരേ ഒരു നിയന്താവ്, ഒരേ ഒരു രക്ഷകർത്താവ്, ഒരേ ഒരു സൃഷ്ടാവ്, ഒരേ ഒരു പരിപാലകൻ. അവൻ നിങ്ങളെയും പരിപാലിക്കുന്നു, ഞങ്ങളെയും പരിപാലിക്കുന്നു. ആ പരിപാലനത്തിൽ വിവേചനമൊന്നും ഭൗതിക ലോകത്ത് ഇല്ല. നമുക്ക് തോന്നും അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത് ആദം അലൈഹിസ്സലാമിനെ ഭൂതലത്തിലേക്ക് അയച്ചപ്പോൾ അദ്ദേഹവും അന്ന് പറഞ്ഞ വാക്കതാണ്. ഈ ആളുകൾക്ക് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യാതിരിക്കണം, ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ വാക്ക് സൂറത്തുൽ ബഖറയിൽ കാണാം. അപ്പൊ നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, അവരുടെയും രക്ഷകൻ നീയാണ്. ലന അഴ്മാലുന വലക്കും അഴ്മാലുക്കും, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുവർത്തിക്കുന്ന നന്മകളുടെ എല്ലാ ഫലവും ഞങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിർവഹിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ ഞങ്ങൾ നല്ലത് ചെയ്താൽ ആ നല്ലതിന് അംഗീകാരമാണ്, നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങളുടെ നന്മകൾക്ക് അംഗീകാരമുണ്ട്. ഈ നന്മകളുടെ കാര്യത്തിൽ വിഭിന്നതകളും ജാതീയതകളും പ്രാദേശികതകളും ഭിന്ന സംസ്കാരങ്ങളും ഒന്നും പരിഗണിക്കപ്പെടില്ല. ആരാണോ നന്മ ചെയ്യുന്നത് ആ നന്മ അംഗീകരിക്കപ്പെടും, പ്രശംസിക്കപ്പെടും. അത് മനുഷ്യ ചരിത്രത്തിൽ പരിഗണിക്കപ്പെടുകയും ചെയ്യും, അതാര് ചെയ്താലും. ഇത് ഇക്കാലത്തും എക്കാലത്തും വലിയൊരു ചോദ്യമാണ്. ഇവര് ചെയ്യുന്ന നന്മയ്ക്ക് എന്താ ഫലം, ഗുണമെന്നൊക്കെയാണ്. അതിന്റെ ശരിയായ രീതികളൊക്കെ തഫ്സീറുൽ മനാറിൽ സയ്യിദ് റഷീദിലുള്ള വിവരിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന രീതികളെ കുറിച്ച്, ഖിയാമത്ത് നാളിലേക്ക് എത്തുന്നതിനെ കുറിച്ച്, അപ്പോൾ അവർക്കുണ്ടാകുന്ന അവസ്ഥാന്തരങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി എഴുതുന്നുണ്ട്. അത് വിവരിക്കുകയല്ല നമ്മൾ. നിങ്ങളുടെ സൽക്കർമ്മങ്ങൾക്ക് നിങ്ങൾക്കും, ഞങ്ങളുടേത് ഞങ്ങൾക്കും. കാരണം നമ്മൾ രണ്ടുപേരുടെയും രക്ഷകൻ ഒന്നാണ്. ആ രക്ഷകൻ നമുക്ക് നൽകും. ലനാ അഴ്മാലുന വലക്കും അഴ്മാലുക്കും ലാ ഹുജ്ജത്ത ബൈനനാ വ ബൈനക്കും, ഞങ്ങളുടെയും നിങ്ങളുടെ ഇടയിൽ പ്രത്യേകമായ തെളിവുകളൊന്നും അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളൊന്നും അല്ലെങ്കിൽ പിമ്പലങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ ഇടയിൽ ഹുജ്ജത്തുകളില്ല. ഇതെല്ലാം ഒരുപോലെയുള്ള കാര്യങ്ങളാണ്.
ഏതാണ്ട് ഇതിന്റെ ഒരു പ്രഖ്യാപനമാണ് സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ആരാധനകളൊന്നും ഞങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള ആരാധനകളല്ല, ഇത് നിങ്ങൾ അനുവർത്തിക്കുന്നില്ല, നിങ്ങളുടെ രീതി ഞങ്ങളും അനുവർത്തിക്കുന്നില്ല, നിങ്ങളുടെ ദീൻ നിങ്ങൾക്കും ഞങ്ങളുടെ ദീൻ ഞങ്ങൾക്കുമാണ്. ഇനി അപ്പൊ നമുക്ക് രണ്ടു കൂട്ടർക്കും ചെയ്യാവുന്ന സഹകരണ മേഖല ഏതാ? അത് സൂറത്തുൽ മാഇദയിൽ പറഞ്ഞ വാക്കാണ്, തആവനു അലൽ ബിർരി വത്തഖ്വ. എല്ലാ നല്ല കാര്യങ്ങളിലും ഐക്യപ്പെടണം. ഒരു മനുഷ്യ സമൂഹം എന്ന നിലയിൽ നല്ല കാര്യങ്ങളിൽ ഐക്യപ്പെടണം. നന്മ ചെയ്യുന്നതിൽ എല്ലാവരും കൂട്ടാളികളായി മാറണം. ഇപ്പൊ ഈ വർത്തമാന കാലത്ത് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. അത് ചില കാര്യങ്ങളൊക്കെ ചലഞ്ച് ചെയ്തിട്ടാണ് പണം സ്വരൂപിക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെയോ ഒരു കുടുംബത്തിൻ്റെയോ ഒരു കുട്ടിയുടെയോ ഒരു രോഗിയുടെയോ ചികിത്സയുടെയോ പേരിലാകാം. അപ്പൊ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ സഹകരണത്തിലൂടെയാണ് ആ വലിയ തുക കണ്ടെത്തുക. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് റഹീമിന്റെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ എണ്ണമറ്റ ആളുകൾക്ക് വേണ്ടി മനുഷ്യ സമൂഹത്തിന്റെ വലിയ കൂട്ടായ്മകൾ രൂപപ്പെടുത്താൻ കഴിയുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടത്. മതമായി അന്യവൽക്കരണ ചിന്ത മാറ്റിയെടുത്തിട്ട് നിങ്ങൾ ഇവിടെ നന്മയിൽ പരസ്പരം സഹകരിക്കുക. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ലാ ഹുജ്ജത്ത ബൈനനാ വ ബൈനക്കും അല്ലാഹു യജ്മഉ ബൈനനാ. നമ്മളെ എല്ലാവരെയും അള്ളാഹു ഇനി ഒരുമിച്ച് കൂട്ടും. അപ്പൊ മുഴുവൻ ആളുകളും ഉണ്ടാവും. അപ്പൊ ഒരു പ്രദേശവാസികൾ ഒന്നടങ്കം ഒരു പ്രദേശത്താണ് ഉണ്ടാകുന്നത്, ഒരു നാട്ടുകാർ ഒന്നടങ്കം അവിടെ മഹ്ശറയിൽ ഒരു സ്ഥലത്താണ് ഒരുമിച്ച് കൂട്ടുക. മാത്രമല്ല വഇലൈഹിൽ മസീർ, അള്ളാഹുവിലേക്ക് നമ്മളെല്ലാവരും മടങ്ങിപ്പോവുകയും ചെയ്യും. അപ്പൊ പിന്നെ ചെയ്യാവുന്ന കാര്യം ഭിന്നതയെ സമ്മതിച്ച് അംഗീകരിച്ച് സൗകര്യം കൊടുക്കുക എന്നതാണ് മതപരമായ സഹിഷ്ണുതയുടെ ഇസ്ലാമിക താല്പര്യം. ഇതിനൊരുപാട് അതാണ് 14 പേരെന്നോ 60 പേരെന്നൊക്കെയാണ് നജ്റാനിൽ നിന്ന് വന്ന. അതിൽ ഇബ്നു കസീറിന്റെ താരീഖിൽ കുറെ പാതിരിമാരുടെ പേരെഴുതിയിട്ടുണ്ട്. വലിയ വലിയ ക്രൈസ്തവ പുരോഹിതർ, മേലധ്യക്ഷന്മാർ, ആ രാജ്യത്തെ പൗരപ്രമുഖർ, അവരെല്ലാവരും വന്ന് പള്ളിയിലാണ് ആദരിച്ചിരുത്തിയത്. ഈ പള്ളിയിൽ അങ്ങനെയുള്ളവർക്ക് കയറാമോ എന്ന ചിന്ത ഈ 15 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അതുകൂടി നമ്മൾ ആലോചിക്കണം. അങ്ങനെ അവിടെ നമ്മൾ കഅബയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതിയാണ് പള്ളിക്കുള്ളത്. അവര് നേരെ കിഴക്കോട്ടാണ്. അതിന് സൗകര്യം ചെയ്തു കൊടുത്തു. ഒരു വലിയ ഇതായി. 2 കുറേ കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. നജാഷി രാജ്യത്തിന്റെ അബുസീനിയയിൽ നിന്ന് വന്ന ഒരു വലിയ നിവേദക സംഘം, അവരൊന്നും മുസ്ലിമുകളല്ല. അവര് വന്നപ്പോൾ നബിയുടെ സഹാബികൾ അവരെ സ്വീകരിക്കാൻ മുൻപോട്ട് വന്നു, അവരോട് സംസാരിക്കാനും ഇടപെടാനൊക്കെ. അപ്പൊ റസൂലുള്ള അവരോട് പറഞ്ഞു, നിങ്ങൾ അവരെ പരമാവധി ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ അംഗീകാരം നൽകണം, അവരുടെ മനസ്സിനൊരു തണുപ്പ് വരണം, അങ്ങനെ അവരെ സ്വീകരിക്കണം. എന്താ കാരണം? ആരുമില്ലാതിരുന്ന കാലത്ത് അവരാണ് നമ്മളെ അംഗീകരിച്ചത്. അബുസീനിയയിലേക്ക് 2 ഹിജറ പോയത്. ഇസ്ലാമിനെ സംരക്ഷിക്കുന്നിടത്തോ സ്വീകരിക്കുന്നിടത്തോ അംഗീകരിക്കുന്നതിലോ സഹായിക്കുന്നതിലോ മുന്നിട്ട് നിന്നത് അവരാണ്. അംർ ഇബ്നുൽ ആസിനോട് റസൂലുള്ള പറഞ്ഞൊരു ഹദീസ് ഇമാം മുസ്ലിം അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇമാം മാലിക്കിന്റെ മുവത്തയിലൊക്കെ ഉണ്ട്. നിങ്ങൾ മിസ്ർ കീഴടക്കും ഒരു കാലം. അപ്പൊ നബിയുടെയൊക്കെ കാലം കഴിഞ്ഞിട്ട് ഏതാണ്ട് സഹാബികളുടെ ആദ്യ നൂറ്റാണ്ടിലാണ് പിന്നെ ഈ സംഭവം പുലരുന്നത്. അപ്പൊ റസൂലുള്ള അവരോട് പറഞ്ഞത്, നിങ്ങൾ ഖിബ്തി വംശജരോട് വളരെ മാന്യമായി പെരുമാറണം. എന്താ കാരണം? ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ വംശപരമ്പരയിൽ
അദ്ദേഹത്തിന്റെ മാതാവ് ഹാജർ ഖിബ്തി വംശജയായ സ്ത്രീയാണ്. അപ്പൊ നിങ്ങളുടെ ഉമ്മയാണ്. ആ വംശത്തിലാണ് അവരുള്ളത്. ഇസ്മായിൽ നബി ബക്കയിലാണ് വരുന്നത്, പക്ഷെ ഉമ്മ ഹാജർ ബിസറിലാണുള്ളത്. അവർ ഖിബ്തി വംശജയാണ്. അവരോട് നിങ്ങൾ വളരെ മാന്യമായി പെരുമാറുക. ഒരു രാജ്യത്തെ ജനങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം അള്ളാഹുവിന്റെ റസൂൽ ഉണർത്തിയതാണ് ഈ പറഞ്ഞത്. ഒരകൽച്ചയില്ലാത്ത വിധം ജീവിക്കാൻ. ഇമാം ബുഖാരി ഒരു അധ്യായം കൊടുത്തത് തന്നെ സഹീഹുൽ ബുഖാരിയിൽ സങ്കര ഇനം എന്നാണ്. സങ്കര ഇനം എന്ന് പറയുമ്പോൾ മുസ്ലിമുകൾ വരും, അന്ന് യഹൂദികളുണ്ട്, ക്രൈസ്തവരുണ്ട്, മുഷിരിക്കുകളുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ ജാതി മതവും ഉണ്ട്. അവരുടെ ഇടയിലുള്ള ഐക്യത്തെയും അവരുടെ ഇടയിലുള്ള സഹവാസത്തെയും അവരുടെ ഇടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ജീവിത രീതിയെയും അവർ പരസ്പരം അംഗീകരിക്കുന്ന സഹായ സഹകരണത്തെയും പ്രതിപാദിക്കുന്നു എന്നിട്ട് ആ അധ്യായത്തിന്റെ താഴെ ഇമാം ബുഖാരി, സഹീഹുൽ ബുഖാരിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്, ആ ഹദീദിന്റെ വിവരണം എഴുതിയപ്പോൾ ഇബ്നു ഹജറുൽ അസ്കലാനി അലൈഹി റഹ്മ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. മനുഷ്യർ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദ, ക്രൈസ്തവ, മജൂസികൾ, മുശ്രിക്കുകൾ ഇവര് നബിക്ക് നൽകിയിരുന്ന ഭക്ഷണങ്ങൾ, നബിക്ക് സഹായം നൽകുക കേട്ടോ, ഭക്ഷണം, അവർ കൊടുത്തുവിട്ടിരുന്ന വസ്ത്രങ്ങൾ, അവർ കൊടുത്തുവിട്ടിരുന്ന ഉപഹാരങ്ങൾ ഉണ്ടല്ലോ, ഓരോ നാടിനും ജനങ്ങൾക്കും ഉണ്ട്. അതിപ്പോ ഇന്നത്തെ പേരിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിലെ അവാർഡുകൾ എന്ന് പറയാം. അവാർഡുകൾ ഉണ്ട് അവർ നിശ്ചയിക്കുന്ന. ഇതെല്ലാം നബി വാങ്ങിയെന്ന് മാത്രമല്ല, തിരുമേനി അള്ളാഹുവിന്റെ റസൂല് തിരിച്ചും അങ്ങനെ നൽകി. ഇബ്നു ഹിഷാമിന്റെ സീറയില് എത്ര സംഭവങ്ങളാണ് ഉദ്ധരിക്കുന്നത്. ഞങ്ങളുടെ മാത്രമൊന്നല്ല, അവരുമായിട്ട് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിംകളും മുസ്ലിങ്ങളല്ലാത്ത എല്ലാ ജാതി മതവിഭാഗവും മനുഷ്യർ എന്ന അടിസ്ഥാന തത്വത്തെ അംഗീകരിച്ച് അതിൻ്റെ മുകളിൽ ജീവിക്കുമ്പോൾ ആ ജീവിതത്തെ സമരസപ്പെടുത്തുവാനുള്ള ശ്രമം മുസ്ലിമുകൾ നല്ല നിലയിൽ നിർവഹിക്കണമെന്നാണ് ഈ ആയത്തൊക്കെ ബോധ്യപ്പെടുത്തുന്നത്. ഏതാണ്ട് എല്ലാ തഫ്സീറുകാരും ഇത് സവിസ്തരം പ്രതിപാദിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.